ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ലൂക്കോസിൻ്റെ സുവിശേഷമാണ് 8-ാം അധ്യായം 16-ാമത്തെ വാക്യം. നമ്മളവിടെ വായിക്കുന്നുണ്ട്, വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടൻ കീഴെ വയ്ക്കുകയോ ചെയ്യാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേലത്രേ വയ്ക്കുന്നത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചം കാണേണ്ടതിന് അകത്ത് വരുന്നവരാരാണ്? ഈ ലോകത്തിൻ്റെ മക്കൾ ഇരുട്ടിൽ സഞ്ചരിക്കുകയാണ്. അവർക്ക് വെളിച്ചം എന്തെന്നോ നിത്യത എന്തെന്നോ യേശുക്രിസ്തു എന്തെന്നോ ഒന്നും അറിയത്തില്ല. ചിലർക്ക് അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ ജീവിക്കുന്നവരുമുണ്ട്, അല്ലേ? അപ്പോൾ പൗലോസിൻ്റെ ജീവിതത്തിൽ അകത്ത് വെളിച്ചം ചോദിച്ച് വന്നവൻ ആരായിരുന്നു? കാരാഗ്രഹ പ്രമാണിയായിരുന്നു. അപ്പം നമുക്കറിയാത്ത അപ്പോസ്തലപ്രവൃത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഇതുപോലെ ഇന്നും അകത്ത് വരേണ്ടവർ അനേകരുണ്ട്. നമ്മളെല്ലാം അകത്ത് ഉള്ളവരാണ്, എന്നാൽ ഇനി അനേകർ അകത്ത് വരാനുണ്ട്, അല്ലേ? രക്ഷയുടെ ദൂതും സന്ദേശവും കേട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയ്ക്കകത്ത് വരുന്നവർക്ക് വെളിച്ചമായിരിക്കണം. നാം ദൈവത്തിൻ്റെ മക്കളായ നമ്മളെല്ലാവരും തന്നെ, പാസ്റ്ററാണേലും വിശ്വാസികളാണേലും വെളിച്ചമായിരിക്കണം. അവർക്ക് മുമ്പിൽ നമ്മൾ നല്ല മാതൃകാ ജീവിതം നയിക്കണം. അപ്പോൾ ഭാര്യ രക്ഷിക്കപ്പെട്ടില്ല, ഭർത്താവ് രക്ഷിക്കപ്പെട്ടു, ഭാര്യയുടെ മുമ്പിൽ മാതൃകയായിരിക്കണം. മകൻ രക്ഷിക്കപ്പെട്ടു, അപ്പനും അമ്മയും സഹോദരങ്ങളും രക്ഷിക്കപ്പെട്ടില്ല, ആ മകൻ മാതൃകയായിരിക്കണം. അങ്ങനെ മാതൃകാ ജീവിതം നയിക്കണം. വെളിച്ചത്തിൻ്റെ മക്കളായിരിക്കണം. പകലുള്ളിടത്തോളം കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ പകൽ വെളിച്ചത്തിൻ്റെ അവസ്ഥയാണല്ലോ. വെളിച്ചമുള്ളിടത്ത് ദോഷപ്രവൃത്തി ഉണ്ടാകത്തില്ല. ഇരുട്ടിലാണ് ദോഷപ്രവൃത്തി ഉണ്ടാകുന്നത്. അതുകൊണ്ട് ദോഷമൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ മറ്റൊരു ഭാഗത്ത് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്, വിളക്ക് കൊളുത്തിയിട്ട് പറയും കീഴിൽ വെക്കരുത്. ഇപ്പം പറ, പാത്രം, കട്ടിൽ 3 വിധത്തെ കാണിക്കും. നമ്മുടെ ജീവിതത്തെ കാണിക്കുക. പറ ഉപജീവനത്തെ കാണിക്കുന്നു, പാത്രം ഭക്ഷണം കഴിക്കാൻ കാണിക്കുന്നു, കട്ടിൽ വിശ്രമത്തെ കാണിക്കുന്നു. അമിത ഭക്ഷണം പാടില്ല, ഉപജീവനം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം. പിന്നെ എപ്പോഴും വിശ്രമം ഉറക്കമാകരുത്. കർത്താവിന് വേല ചെയ്യേണ്ട സമയമാണ്. ഉണർന്നിരിക്കേണ്ട സമയമാണ്. ഉണർന്നുകൊള്ളുക. ചാവാറായ ശേഷിപ്പുകളെ ഉണർന്നുകൊള്ളുക, അല്ലേ? യഹോവ നിന്റെ മേൽ പ്രകാശിക്കട്ടെ എന്നാണല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ പ്രകാശമായ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുകയാണ്. ആ വെളിച്ചം ഇരുളിൽ നടക്കുന്നവർക്ക് പകർന്നുകൊണ്ട് വിശ്വാസ ജീവിതത്തോടെ കർത്താവിൻ്റെ നാമ മഹത്വത്തിനു വേണ്ടി നിലകൊള്ളാൻ അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്താനും ഈ വചനം നമുക്ക് സഹായമാകട്ടെ. കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, ഈ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. നാമത്തെ മഹത്വപ്പെടുത്തിയാലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.